ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ഹൈന്ദവ തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് 2 വ്യത്യസ്ത കേസുകളിലായി 7 ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്ത പോലീസ്. സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ റായ്പൂരിനടുത്തുള്ള മോവയിൽ ഞായറാഴ്ച പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പിലെ അംഗങ്ങൾ ക്രൈസ്തവരെ ആക്രമിച്ചതായും ശേഷം വ്യാജ കേസ് ചുമത്തി ക്രൈസ്തവരെ തടങ്കിലാക്കിയിരിക്കുന്നുവെന്നും ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നാലാൽ പറഞ്ഞു. ക്രൈസ്തവർ നിയമവിരുദ്ധമായ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നും വെളിപ്പെടുത്തലുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ദേശീയ പതാക ഉയർത്തൽ ചടങ്ങിൽ ക്രിസ്ത്യാനികൾ പങ്കെടുത്തതിനിടെയാണ് ആക്രമണമുണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ക്രൈസ്തവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 3 ക്രൈസ്തവരെ പാന്ത്രി പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ജനുവരി 26-ന് ബൽറാംപൂർ ജില്ലയിലെ സലൂത്ത് എന്ന ഗ്രാമത്തിൽ മതപരിവർത്തനം ആരോപിച്ച് ഒരു സുവിശേഷ പ്രഘോഷകനൊപ്പം 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിനിടെ ബൈബിളുകളും ലഘുരേഖകളും പോലീസ് പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം ഭരിക്കുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് ക്രൈസ്തവർക്ക് നേരെ 165 ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്.